എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ബേക്കറിയിൽ നിന്നോ കഫേസിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ ഒന്നും വാങ്ങിയാൽ പോലും ഇത്രയും രുചിയുള്ള ഒരു ചിക്കൻ പഫ്സ് കിട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ പഫ്സ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മസാല പുരട്ട ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ എണ്ണ. അതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ പീസൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിൻ്റെ ഇടയിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയാൽ മതി, കുറേ കളറൊന്നും മാറാൻ നിൽക്കണ്ട. ഈ ഒരു സമയത്ത് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്തിട്ട് 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മൈദയുടെ ഒരു പച്ച ചുവയങ്ങ് മാറി കിട്ടണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്ത് അതിലെ വെള്ളം ഇതിൽ ചേർത്തിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അത് ഞാൻ റെഡ് കളറും ഗ്രീൻ കളറും ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഏകദേശം 1 കപ്പ് ഉണ്ടാവും. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ സമയമൊന്നും വഴറ്റണ്ട, ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിന് ശേഷം 1 ടീസ്പൂൺ പപ്രിക പൗഡർ ചേർത്ത് കൊടുക്കാം. പപ്രിക പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താലും മതി. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. സാധാരണ പശുവിൻ പാലാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പാലൊക്കെ കൂടി നമ്മുടെ ഈ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പ് വരെ ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. ക്രീം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ പാല് ചേർത്തതുകൊണ്ട് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫില്ലിംഗ് കുറച്ചുകൂടി ഒന്ന് റിച്ച് ആവും. അപ്പോൾ അവസാനം ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വരെ പാഴ്സലി ലീവ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പാഴ്സലി ലീവ്സിന് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാം. പക്ഷേ മല്ലിയില ആണെങ്കിൽ ഇത്രയും ചേർക്കണ്ട, ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പാഴ്സലി ലീവ്സും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പഫ് ഷീറ്റ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പഫ് ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ വാങ്ങുന്ന മുട്ട പപ്സിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഷേപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് സൈഡ് ഒന്നുകൂടി നന്നായിട്ട് ഒട്ടിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 വശവും നല്ലതുപോലെ അവിടെ അങ്ങ് ഒട്ടിയിരുന്നോളും, ഇളകി പോകുന്നില്ല നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് എയർ ഫ്രയറിലാണ് ഇത്
വേവിച്ചെടുക്കുന്നത് കേട്ടോ. എയർ ഫ്രയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ മാത്രം എടുത്തിട്ട് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പപ്സിൻ്റെ മുകളിലും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എയർ ഫ്രയറിനുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ 180 ഡിഗ്രിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 15 മിനിറ്റ് നമ്മൾ എയർ ഫ്രയറിൽ പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് പപ്സ് തിരിച്ച് വെച്ച് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അലാം വെച്ചോളൂ. അപ്പോൾ ഇതിവിടെ 8 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. എല്ലാ പപ്സും തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തിരിച്ച് വെച്ച ഭാഗം കൂടി നമുക്ക് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് എയർ ഫ്രയറിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ആയിക്കോളും. ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഓഫ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കാരണം 15 മിനിറ്റ് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ പപ്സ് വേവാനായിട്ട്. അപ്പോൾ ഇതാ ഓഫായിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉൾഭാഗമൊക്കെ കുറച്ച് ജ്യൂസി പോലെയാണ് ഉണ്ടാവുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് നമ്മുടെ ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു പപ്സിന് വേണ്ടി മാത്രമല്ല, ഈ ഒരു ഫില്ലിംഗ് നിങ്ങൾക്ക് റോൾ ഉണ്ടാക്കാനായാലും സമൂസയ്ക്ക് വേണ്ടിയിട്ടായാലും എങ്ങനെയാണെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്